ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടുള്ള നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ചേരുവകൾ തന്നെ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇനി ഒരു ഐസ്ക്രീം റെസിപ്പി എങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ഐസ്ക്രീം റെസിപ്പി എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതേ നമ്മൾ വീട്ടിലൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സോളം പശുവിന് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് 250 ml ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സോളം പാല്, അതായത് 1/2 ലിറ്ററോളം പാല് നമുക്കിതേ ഇങ്ങനെയുള്ളൊരു പാനിലോട്ട് അങ്ങോട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേ സെയിം ഗ്ലാസ്സിൽ ഈ ഒരു ഐസ്ക്രീമിന് ആവശ്യമായിട്ടുള്ള 1/4 ഗ്ലാസ് പഞ്ചസാരയും കൂടി ഈ ഒരു പാലിലോട്ട് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ നിറയെ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് പാലിന് 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 3 ഗ്ലാസ് പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂണോളം കോൺഫ്ലോർ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെയുള്ളൊരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്ത പഞ്ചസാരയും അതേപോലെ കോൺഫ്ലവറും ഒക്കെ നന്നായിട്ട് ഈ ഒരു പാലിലോട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ഈ പാല് നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ കുറുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് നന്നായിട്ട് കുറുക്കി ടൈറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. പിന്നെ കുറുക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ നമ്മളിതിൽ കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് കട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും കൈ എടുക്കാതെ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഇത് നിർത്തി കൊടുത്തെന്ന് കഴിഞ്ഞാൽ ഇത് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു പാല് ഒന്ന് കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പാല് കുറുക്കി കൊടുക്കുന്ന സമയത്ത് ഇത് ഈ ഒരു സൈഡിലൊക്കെ കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ വീണ്ടും ഈ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കി ഈ ഒരു പാലിലോട്ട് തന്നെ ആക്കി കൊടുക്കട്ടോ. അതൊക്കെ നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള ഒരു സ്പൂണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ തട്ടിയിട്ട് ഈ ഒരു പാലിലോട്ട് തന്നെ ഇതൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോഴത്തേ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി ഇത് ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് എത്തുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിരിക്കും തോറും നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്ത് ഈ ഒരു പാല് നന്നായിട്ട് ചൂടാറാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴത്തെ നമ്മുടെ പാലിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പാല് ചൂടാറാനായിട്ട് വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഈ ഒരു പാലൊക്കെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാല് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഇത് നന്നായിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരത്തെ തണിയാനായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു പാല് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂണോളം വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഏത് ഗ്ലാസ്സിലാണോ പാല് അളന്നെടുത്തത് അതേ സെയിം ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ്സോളം, അതായത് കറക്റ്റ് 50 ഗ്രാമോളം ഫ്രഷ് ക്രീം, അതായത് നല്ല തണുത്ത ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം മിൽക്ക് പൗഡർ, പാൽപ്പൊടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ, കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിത് ഇങ്ങനെയുള്ള ഒരു ബോക്സിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ച് കറക്റ്റ് 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. ഇതേ കറക്റ്റ് 2 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് ഒന്ന് ഫ്രീസായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കട്ടികളൊക്കെ അടിഭാഗത്ത് ഉണ്ടാകും കേട്ടോ. ഇനി ഈ ഒരു ഐസ്ക്രീം നന്നായിട്ടൊന്ന് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഈ ഒരു മിക്സിയുടെ ജാറിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ഒരുപാട് അങ്ങോട്ട് അടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒരു 2-3 തവണ ആ ഒരു കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു പോകുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വിപ്പ് ചെയ്തെടുത്ത് ഈ ഒരു മിക്സ് വീണ്ടും നമുക്ക് ഇത് ഇങ്ങനെയുള്ളൊരു ബോക്സിലോട്ട് തന്നെ മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഫ്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇത് ഇങ്ങനെയുള്ളൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വീണ്ടും നമുക്ക് നന്നായിട്ട് അടച്ച് വെച്ച് ചുരുങ്ങിയത് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ കറക്റ്റ് 8 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളൊരു സ്കൂപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കുക. ഇനി സാധാരണ സ്പൂൺ വെച്ചിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ.
നമ്മൾ ആ ഒരു ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്ത് നിന്ന് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ അതേ ഒരു ടെക്സ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഐസ്ക്രീം എന്നല്ല ഏത് ഐസ്ക്രീം ആയാലും സെർവ് ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഈ ഒരു ബോക്സ് എടുത്ത് പുറത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഐസ്ക്രീമിന് കറക്റ്റായിട്ടുള്ള ഒരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് എല്ലാവർക്കും റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കുക കേട്ടോ. അതുപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുമ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത്. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.